ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ഫിസിക്സ് വർക്ക് എനർജി എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ആനുവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിവിഷൻ ടോപ്പിക്സുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് ആക്ച്വലി ഒരു റിവിഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ ദ എർത്ത്. ഭൂമിയിലെ പ്രധാന എനർജി സോഴ്സ്, ഓക്കെ, ഊർജത്തിന്റെ സ്രോതസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സണ്ണ്, അല്ലേ? സണ്ണാണ്, സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ്. റെഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ് ഇക്വേഷൻ, അല്ലേ? അപ്പോൾ ഹാഫ് mv² എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഫാക്ടറുകളാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെ? ഒന്ന് മാസ് ഓഫ് ദ ബോഡി. ഏതൊക്കെയാണ്? മാസ് ഓഫ് ദ ബോഡി. രണ്ടാമത്തത് ഏതാണ്? വെലോസിറ്റി ഓഫ് ദ ബോഡി. എടാ, ഇക്വേഷൻ എഴുതി കഴിഞ്ഞതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ ബോഡി. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്നത്. ഒന്ന് മാസ്, രണ്ട് അതിൻ്റെ വെലോസിറ്റി. ഓക്കെ, മാസ് ഓഫ് ദ ബോഡിയും അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. 3, 4, 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ്? ഓക്കെ, SI യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, യെസ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്, അല്ലേ? ഓക്കെ, ജൂളാണ്. അപ്പോൾ ജൂള് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. എനർജിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക കേട്ടോ. റെഡി. അതുപോലെ തന്നെ ജൂള് എന്ന യൂണിറ്റ് വരുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, എല്ലാവരും പറഞ്ഞു. ഏതാണത്? യെസ്, നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? വർക്ക്, അല്ലേ? വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് സെയിം ആണ്. ഓക്കെ, വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് സെയിം ആണ്. അത് ജൂളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ എനർജിയുടെയും വർക്കിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. അത് ജൂളാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. റെഡി. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 1 HP. ഓക്കെ, 1 HP എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഒരു ഹോഴ്സ് പവർ, അല്ലേ? ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ, പഠിച്ചു വെച്ചോണം. ആൻസർ 746 വാട്ടാണ് കേട്ടോ. 746 വാട്ട്. റെഡി. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ്. ഓക്കെ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് FS ഗ്രാഫിന്റെ ഏരിയ എന്ത് നൽകുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, FS ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അതിന്റെ ഏരിയ എന്ത് നൽകും? നിങ്ങൾക്കറിയാം, വർക്കിന്റെ ഇക്വേഷൻ അറിയാം, അല്ലേ? വർക്കിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? യെസ്, ഏരിയ ഓഫ് FS ഗ്രാഫ്. ഓക്കെ, FS ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നൽകുന്നത് മറ്റൊന്നുമല്ല, അത് വർക്കാണ് കേട്ടോ. ഓക്കെ, FS ഗ്രാഫിന്റെ ഏരിയ നൽകുന്നത് വർക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ? യെസ്, കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ എന്ത് നൽകുന്നു? വർക്കിനെ നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എനർജി ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫാൻ, അതുപോലെ തന്നെ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺ. ഇലക്ട്രിക് ഫാനിലെ എനർജി ചേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം. ആൻസർ ഞാനിവിടെ താഴെ എഴുതി തരികയാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം, നോട്ട്ബുക്കിൽ എഴുതി വെച്ചോണം. ഓക്കെ, ഫാനിനകത്ത് നിങ്ങൾക്കറിയാം, ഫാനിൽ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യും, അല്ലേ? അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി അല്ലേ കൊടുക്കുന്നത്? യെസ്, സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് എനർജി? ഇലക്ട്രിക്കൽ എനർജി, അല്ലെ? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി പിന്നീട് ആ ഫാനിലൂടെ കടന്നു പോയിട്ട് ആ ഫാൻ കറങ്ങും, ശരിയല്ലേ? ആ ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രിക്കൽ എനർജി ഏത് എനർജിയാക്കി മാറ്റും? മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റും. ഓക്കെ, മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും.
റെഡി. അതാണ് ഫാനിനകത്ത് നടക്കുന്ന പ്രവർത്തനം. റെഡി. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ബാറ്ററി ഇൻ ദ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ബാറ്ററിയിൽ ഏത് എനർജി ചേഞ്ചാണ് നടക്കുക? ഓക്കെ, അപ്പോൾ ബാറ്ററിയിൽ നിങ്ങൾക്കറിയാം, യെസ്, ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയാണ്. ശരിയല്ലേടാ? ഇലക്ട്രിക്കൽ എനർജി എല്ലാവരും കേൾക്കുന്നില്ലേ? യെസ്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ഇലക്ട്രിക്കൽ എനർജി ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. ഏത് രൂപത്തിലാണ്? യെസ്, ഒരു കുട്ടി പറഞ്ഞു കെമിക്കൽ എനർജിയാണ്. വെരി ഗുഡ്. കെമിക്കൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഫാനിലാണെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കലായി മാറും, ബാറ്ററിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ കെമിക്കലായിട്ട് മാറും കേട്ടോ. ഇത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണും. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ. റെഡി. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, 12mv². അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ് കേട്ടോ. mgh എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ മാസ് ഒക്കെയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി അറിയാലോ. m എന്ന് പറഞ്ഞാൽ മാസാണ്, g എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 m/s² ആണ്. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? യെസ്, ഹൈറ്റ് ആണ് കേട്ടോ, ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, TE എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. അവിടുത്തെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് പറഞ്ഞതാണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. റെഡി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പൊസിഷനും ഉണ്ട്, അതുപോലെ തന്നെ കോൺഫിഗറേഷനും ഉണ്ട് അല്ലേ? പൊസിഷൻ കാരണവും പൊട്ടൻഷ്യൽ എനർജി കിട്ടാം, കോൺഫിഗറേഷൻ കാരണവും പൊട്ടൻഷ്യൽ എനർജി കിട്ടാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വായിച്ചു നോക്കുക. പൊസിഷൻ കാരണം നമുക്കറിയാം, ഒരു ഡാമിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൊസിഷൻ കാരണമാണ് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. അതുപോലെ അതായത് ഒരു പ്രത്യേക നിശ്ചിത ഉയരത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് സ്വാഭാവികമായിട്ട് ഏത് എനർജി ഉണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ശരിയല്ലേ? അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരു കംപ്രസ്ഡ് സ്പ്രിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡിലൊക്കെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണ് ഉണ്ടാവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇതുപോലെ 4 സന്ദർഭങ്ങൾ അല്ലെങ്കിൽ 4 ഇൻസിഡൻസ് തരും. സോ അതിൽ നിങ്ങൾ പൊസിഷനായിട്ടും കോൺഫിഗറേഷനായിട്ടും തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏതൊരു ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനും പൊസിഷൻ കാരണമായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. ഇനി അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ കാരണം, അതിൻ്റെ മോളിക്യൂൾസിലെ ഒരു കംപ്രഷൻ കാരണമൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എക്സാമ്പിൾസ് അടക്കം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഒരു കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് traveling in a straight line with a speed of 10 m/s. Combined mass of the motorcycle and passenger is 300 kg. ഓക്കെ, അതായത് രണ്ടിൻ്റെയും കൂടി വെയിറ്റ്, അതായത് മോട്ടോർ സൈക്കിളിൻ്റെയും പാസഞ്ചറിൻ്റെയും വെയിറ്റ് കൂട്ടിയിട്ടാണ് 300 kg എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോണം. ആദ്യമേ നമ്മൾ കണ്ടു, രണ്ടാമത് ഞാൻ ഇക്വേഷൻ പഠിപ്പിച്ചു, മൂന്നാമത് ഞാൻ ചോദ്യം ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ 12mv² ആണ് അതിൻ്റെ ഇക്വേഷൻ. 12mv² എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കണടാ? എം എത്രയാണ്? യെസ്, എം എന്ന് പറഞ്ഞാൽ 300 kg. അപ്പം 300 ഇൻറ്റു വിക്ക് പകരം എന്ത് കൊടുക്കണം? v² പകരം വി എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണല്ലോ സ്പീഡ്, 10 ആണല്ലോ വെലോസിറ്റി. അപ്പം നമുക്ക് എന്ത് കൊടുക്കണം? 10² എന്ന് കൊടുക്കണം. റെഡി. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടും 1/2 ഇൻറ്റു 300 ഇൻറ്റു 10² പകരം നമുക്കറിയാം 100 ആണ് അല്ലേ? 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. റെഡി. ഇനി ഇവിടെ 300നെയും 2നെയും ഞാൻ പകുതി എടുക്കുകയാണ്. 300ന്റെ പകുതി നിങ്ങൾക്ക് അറിയാം 150 ആണ് കേട്ടോ. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോണം. 300ന്റെ പകുതി 150 ആണ്. പലർക്കും അറിയില്ല ഈ കാര്യം. ഓക്കെ, അപ്പോൾ 150 ആണ്. ഇനി 150 ഇൻറ്റു 100 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 150 ഇട്ടിട്ട് എത്ര 0 കൊടുക്കണടാ? 2 0 കൂടിയും കൊടുക്കണം. അപ്പോൾ നമുക്ക് അത്രയും വാല്യൂ നമുക്ക് കിട്ടും. എത്ര കിട്ടും? 15,000 ജൂൾ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ എവരിവൺ. എല്ലാവരും കൈനറ്റിക് എനർജി കാണാനായിട്ട് അറിഞ്ഞിരിക്കണം. കൈനറ്റിക് എനർജി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, അതായത് കാൽക്കുലേഷൻ ടൈപ്പ് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. റെഡി. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ബോർഡ് ഒന്ന് ഇറേസ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 15,000 ജൂൾ എഴുതിയല്ലോ. യെസ്, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയാണ്, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ്? സ്പീഡ് ഡബിൾ ചെയ്തു. അതായത് ആദ്യത്തെ നമ്മൾ കണ്ടു മാസ് എന്ന് പറയുന്നത് 300 kg ആയിരുന്നു.
ഇനി ആദ്യത്തെ വെലോസിറ്റി നിങ്ങൾക്കറിയാം 10 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ അവർ പറയാണ് സ്പീഡ് ഈസ് ഡബിൾഡ്. എന്ത് പറഞ്ഞു? സ്പീഡ് ഡബിൾ ചെയ്തു. സ്പീഡ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് 10 ആയിരുന്നു, രണ്ടാമത്തെ സ്പീഡ് അപ്പം എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി. 10ന്റെ ഇരട്ടി എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ്. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 20 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 10ന് പകരം ഞാനിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് എത്രയാണ്? യെസ്, 20 എന്നാണ് കേട്ടോ. ഓക്കെ, സോ 20 മീറ്റർ/സെക്കൻഡ് എന്ന് എടുത്താൽ മതി. കാരണം അവർ പറയുന്നുണ്ട് സ്പീഡ് ഡബിൾ ചെയ്തു എന്ന്. റെഡി, അപ്പോൾ നമുക്ക് അവിടെ കിട്ടും ½ ഇൻറ്റു എമ്മിന് പകരം 300 ഇൻറ്റു 20 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 20 സ്ക്വയർ. ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി 300ൻ്റെ പകുതി എടുത്തു. അറിയാത്തവരുണ്ടോ? 300ൻ്റെ പകുതി എത്രയാ? 150 ഇൻറ്റു 20ൻ്റെ സ്ക്വയർ എത്രയാ? 20ൻ്റെ സ്ക്വയർ എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കണേ. 20ൻ്റെ സ്ക്വയർ എത്രയാ? 400 ആണ് അല്ലേ? ഓക്കെ, 400. അപ്പോൾ 15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, യെസ് 60 വരും. അതിൻ്റെ കൂടെ ഒരു 0, പിന്നെ 3 0. ഓക്കെ, 2 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 60,000 ജൂൾ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് ആവണം എന്നുള്ള കാര്യമൊക്കെ, അതിനൊക്കെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും എന്നുള്ള കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ചോദ്യം ചെയ്യാം. ഫിസിക്സിൻ്റെ പ്രത്യേകത ഇതാണ്, ഏതൊരു ക്വസ്റ്റ്യനെയും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഫൈനൽ ആൻസർ എപ്പോഴും എന്തായിരിക്കണം? കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 60,000 ജൂൾ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. റെഡി, ഇനിയാണ് നമ്മൾ കണ്ട 5ാമത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. ഈ ഒരു ഗ്രാഫിൽ നിന്ന് വർക്ക് ഡണ്ണിൻ്റെ ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. റെഡി, ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോണം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ്, ഇത് പഠിച്ചോണേ, ഏരിയ ഓഫ് FS ഗ്രാഫ്. ഓക്കെ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയയെയും നമ്മൾ എന്ത് പറയും? വർക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ എടുക്കുക? ഇതൊരു സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ ആണെങ്കിൽ നിങ്ങൾക്കറിയാം സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്, അതാണ് അതിൻ്റെ ഏരിയ. റെഡി, അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഇവിടുത്തെ സൈഡ് എത്രയാ? ഇവിടുത്തെ സൈഡ്, ഈ താഴത്തെ സൈഡ് നിങ്ങൾ നോക്കണം. താഴത്തെ സൈഡ് എത്രയാ? 0.4. മേലത്തെ സൈഡ് എത്രയാ? 6 അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം 0.4 ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. റെഡി അല്ലേ? യെസ്, ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നൽകിയിരിക്കുന്ന FS ഗ്രാഫ്, അതായത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഒരു സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ ഒരു സൈഡ് എത്രയാ? 0.4. അടുത്ത സൈഡ് എത്രയാ? 6. അപ്പോൾ 0.4 ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. 0.4 ഇൻറ്റു 6. 0.4 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6 4s are 24 ആണ്. 2.4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 2.4 വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് നമ്മൾ എന്ത് കൊടുക്കണം? ജൂൾ എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കണ്ടിട്ടുണ്ടാവും. ഇനി അഥവാ കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, അതുപോലെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ അടുത്ത ചാപ്റ്റർ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കൂടി എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എൻ ഇലക്ട്രിക് അയൺ ഇഫ് 15 കിലോജൂൾ വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്. അതായത് മക്കളെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, കോൺസെപ്റ്റ് അല്ല, ആക്ച്വലി ഇക്വേഷനാണ്. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന ഇക്വേഷൻ അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? യെസ്, 15 കിലോ ജൂളാണ്. ടൈം നൽകിയിട്ടുണ്ട് 20 സെക്കൻഡ് എന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വർക്ക് എന്ന് പറയുന്നത് 15 കിലോ ജൂളിലാണ് നൽകിയിരിക്കണേ. അപ്പോൾ കിലോ ജൂളിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഇതിലാണ് ചെയ്യേണ്ടത്? ജൂളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കിലോ ജൂളിന് നമ്മൾ ജൂളാക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കിലോ ജൂളിനെ നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കിലോ ജൂളിലല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ജൂളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ജൂളിലേക്ക്, കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 15,000 ആണ്. അറിയാത്തവരുണ്ടോ? അത് ഇല്ല അല്ലേ? 15,000. അപ്പോൾ 15,000 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വർക്ക് കിട്ടും. അതുപോലെ ടൈം ഇവിടെ നൽകിയിട്ടുണ്ട്. ടൈം എത്രയാണ്? 20 സെക്കൻഡാണ് നൽകിയിട്ടുണ്ട്. ഓക്കെ, 20 സെക്കൻഡ്സ് നൽകിയിട്ടുണ്ട്.
റെഡി. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ്ലി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. വർക്ക് എന്ന് പറഞ്ഞാൽ 15,000 ആണ്, അതുപോലെ ടൈം എന്ന് പറഞ്ഞാൽ 20 ആണ്. ഈ 0 കട്ട് ചെയ്ത് പോയി, ബാക്കി നമുക്ക് 1500/2 എന്ന് വന്നു. 1500ൻ്റെ പകുതി നിങ്ങൾക്കറിയാം 750 അല്ലേ. ഓക്കെ, അപ്പോൾ 750 വാട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇവിടുന്ന് നിങ്ങളൊരു 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടി പ്രതീക്ഷിക്കണം. എന്താണ് ആ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ഓക്കെ, യൂണിറ്റ് ഓഫ് പവർ, പവറിൻ്റെ യൂണിറ്റ് ചോദിക്കാം. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്, അത് വാട്ടാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം. യെസ്, റൈറ്റ് ഡൗൺ വെദർ ദ വർക്ക് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ. ഫസ്റ്റ് കേസിലേക്ക് നമ്മൾ പോയാൽ, ഫസ്റ്റ് കേസിൽ പറയുന്നു ദ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. അതായത് അപ്പോൾ നിങ്ങൾ ആ ഒരു കേസ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കുക. അതായത് ഗ്രാവിറ്റി എവിടെ നിന്ന് എവിടേക്കാ? യെസ്, മുകളിൽ നിന്ന് താഴേക്കാണ് ഗ്രാവിറ്റി എപ്പോഴും ഉള്ളത്. ഒരു സ്റ്റോണിനെ മുകളിലേക്ക് ത്രോൺ അപ്പ് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ കല്ലിനെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എവിടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും. ശരിയല്ലേ? കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കായിരിക്കും. പക്ഷേ ഗ്രാവിറ്റി എവിടേക്കാണ്? ഗ്രാവിറ്റി മുകളിൽ നിന്ന് താഴേക്കാണ്. കല്ല് പോകുന്നത് മുകളിലേക്ക്, പക്ഷേ ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ്. അപ്പോൾ രണ്ടും ഏത് ഡയറക്ഷനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓപ്പോസിറ്റ് ആണോ സെയിം ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കെടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് നെഗറ്റീവ് വർക്ക് ഡൺ. ഏതിൻ്റെ വർക്കാണ്? നെഗറ്റീവ് വർക്ക് ഡൺ. റെഡി. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേർഡ്. അതായത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഫോഴ്സ് ചെയ്ത വർക്ക്. നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഫോഴ്സ് എവിടേക്കാണ് കൊടുക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഫോഴ്സ് എവിടേക്കാണ് കൊടുക്കുക? യെസ്, കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഫോഴ്സ് സ്വാഭാവികമായിട്ടും നമ്മൾ മുകളിലേക്ക് തന്നെ ഫോഴ്സ് കൊടുക്കുക. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സ് എവിടേക്കാണ് കൊടുക്കുക? മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കും. ആ കല്ലിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എവിടേക്ക് തന്നെയാണ്? മുകളിലേക്ക് തന്നെയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കിയേ, ഫോഴ്സും മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റും മുകളിലേക്കാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഏത് ഡയറക്ഷനാ? സെയിം ഡയറക്ഷനാ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഏത് വർക്കായിരിക്കും? പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. റെഡി. ഇനി മൂന്നാമത്തെ കേസിൽ പറയുന്നു ദ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫോൾസ് ഡൗൺ. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുന്നു. അപ്പോൾ തേങ്ങ താഴേക്ക് വീഴുന്ന സമയത്ത് തേങ്ങ താഴേക്ക് വീഴുന്ന സമയത്ത് ഗ്രാവിറ്റി എപ്പോഴും എവിടെ നിന്ന് എവിടേക്കാണ്? മുകളിൽ നിന്ന് താഴേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണുള്ളത്. അപ്പോൾ തേങ്ങ ഫോൾസ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തേങ്ങ താഴേക്കാണ്, ഫോൾസ് ഡൗൺ, താഴേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ തേങ്ങ എവിടേക്കാണ് വീഴുന്നത്? താഴേക്കാണ് വീഴുന്നത്. ഞാൻ വരയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങൾ ഇവിടെ ഡയറക്ഷൻ നോക്കടാ. ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും താഴേക്ക്, ഈ പറഞ്ഞ തേങ്ങയും വീഴുന്നത്, അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എവിടേക്ക് തന്നെയാണ്? താഴേക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും ഏത് ഡയറക്ഷനാണ്? സെയിം ഡയറക്ഷനാണ്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വർക്ക് ഡൺ പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. ഇതുപോലെ സന്ദർഭങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ആനുവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, റെഡി. വർക്ക് ഡൺ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫോം ഓഫ് എനർജി പൊസസ്ഡ് ബൈ ബോഡീസ് ഗിവൺ ബിലോ. താഴെ പറയുന്ന ബോഡീസിന് ഏതൊക്കെ എനർജീസ് ഉണ്ടാവുമെന്നാണ് ചോദ്യം. അപ്പോൾ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ കാരണം അല്ലേ? ഓൾറെഡി നമ്മൾ പഠിച്ചതാ, ഞാൻ ഓൾറെഡി അതിൽ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചതാ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ്. ഇനി സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡിൽ അറിയാം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഏതാടാ? കോൺഫിഗറേഷൻ ആണ് അല്ലേ? റെഡി. കോൺഫിഗറേഷൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് മാംഗോ ഫോളിങ് ഫ്രം എ ട്രീ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ട്രീയിൽ നിന്ന്, മാംഗോ ട്രീയിൽ നിന്ന് മാംഗോ താഴേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ വീഴുന്ന സമയത്ത് അത് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രത്യേക ഹൈറ്റിലുമാണ് അതിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് അതിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എന്തുകൂടി ഉണ്ട്? കൈനറ്റിക് എനർജി കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് എനർജിയും ഏതിനകത്തുണ്ട്? മാംഗോ ഫോളിങ് ഫ്രം എ ട്രീയിലുണ്ട്. ഓക്കെ, ഒരു ട്രീയിൽ നിന്ന് മാംഗോ വീഴുന്ന സമയത്ത് രണ്ട് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക കേട്ടോ.
ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇത്രയും സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ വെൻ എ ബോഡി ഓഫ് മാസ് 100 gram. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 100 gram ആണ് മാസ് നൽകിയിരിക്കുന്നത്. ഗ്രാമിലാണ് മാസ്. നമുക്ക് ഒരിക്കലും ഗ്രാമിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്താക്കി മാറ്റണം? കിലോഗ്രാം ആക്കി മാറ്റണം. കിലോഗ്രാം ആക്കണമെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ബൈ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണേ, ഡിവൈഡ് ബൈ 1000. 1000 കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? യെസ്, ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 100 ഗ്രാമിന് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, യെസ്, ഇവിടെ 2 0 പോയി, താഴെയും 2 0 പോയി, ബാക്കി 1/10 എന്ന് പറഞ്ഞാൽ 0.1 കിലോഗ്രാം വന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 0.1 എന്ത് ചെയ്തു? 0.1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമുക്ക് ഈ പറഞ്ഞ 100 ഗ്രാമിനെ മാറ്റാൻ പറ്റും. ഓക്കെ, 0.1 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 1 meter. 1 മീറ്ററിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉയർത്തുന്ന കേസാണെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിനകത്തും പറഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉയർത്തുന്ന കേസാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം ഉയർത്തുന്ന കേസാണെങ്കിൽ, ഓക്കെ, ഉയർത്തുന്ന കേസാണെങ്കിൽ വർക്ക് ഡൺ കാണാനായിട്ടുള്ള ഇക്വേഷൻ ഒരിക്കലും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത്. ആ ഇക്വേഷൻ നിങ്ങളെ തെറ്റിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, M ഇൻറ്റു G ഇൻറ്റു H. ഏതാണ്? M ഇൻറ്റു G ഇൻറ്റു H. M എന്ന് പറഞ്ഞാൽ 0.1 ആണ്, G എന്ന് പറഞ്ഞാൽ 10 നമുക്ക് എടുക്കാം, H എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. റെഡി? അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 joule എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആൻസർ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓൺലൈനിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത് 1 horsepower, 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, 746 വാട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, 746 വാട്ട്. റെഡി? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, റൈറ്റ് ദ വർക്ക് ഡൺ ഓർ നോട്ട്. വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. വർക്ക് ഡണ്ണിന് ഞാൻ ടിക്ക് ഇടും, വർക്ക് നോട്ട് ഡണ്ണിന് ഞാൻ എന്ത് ചെയ്യും? തെറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ മാംഗോ ഫോളിങ് ഫ്രം എ മാംഗോ ട്രീ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ആലോചിക്കണേ. മാംഗോ താഴേക്ക് വീഴുന്ന സമയത്ത് മാംഗോയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ മാംഗോയിൽ ഒരു സ്വാഭാവികമായിട്ടൊരു ഫോഴ്സ് ഉണ്ട്, ശരിയല്ലേ? അതുപോലെ മാംഗോ താഴേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫോഴ്സും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ അവിടെ വർക്ക് ഡൺ ഉണ്ടോ? യെസ്, സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ ഉണ്ട്. ഇനി പുഷിങ് എ ടേബിൾ വൈൽ സിറ്റിംഗ് ഓൺ ഇറ്റ്, അതായത് ഒരു ടേബിളിൽ ഇരുന്നിട്ട് നിങ്ങൾ ആ ടേബിളിനെ തന്നെ പുഷ് ചെയ്യാണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല അല്ലേ? വർക്ക് ഡണ്ണ് ഇല്ല, നോട്ട് വർക്ക് ഡൺ ആണ്. ഇനി അതുപോലെ ഒരു വോളിനെ പുഷ് ചെയ്യുന്നു. ഓക്കെ, വോളിനെ പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ശക്തിമാനൊന്നല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. അപ്പോൾ വോളിനെ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ട് എന്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് അവിടെ എന്തില്ല? വർക്ക് ഡൺ ഇല്ല. ഇനി കിക്കിങ് എ ഫുട്ബോൾ, മെസ്സിയൊക്കെ എന്ത് ചെയ്യുന്നു? ബോളൊക്കെ നല്ല ഫാസ്റ്റിൽ കിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും നടന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മെസ്സി വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഗോൾ അടിക്കുക? യെസ്, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കിക്കിങ് എ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ട്? വർക്ക് ഡൺ ഉണ്ട്. ഇനി ഈ ട്രോളി ഈസ് മൂവിങ് ഫോർവേഡ്, നിങ്ങൾ ലുലു മാളിൽ പോകുന്ന സമയത്ത് ട്രോളി മുമ്പോട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? യെസ്, തള്ളി 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 ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. റെഡി? ഇനി സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് അബവ് ദ ഹെഡ്, ഒരു മനുഷ്യൻ, ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഒരു ലോഡും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു തലയിൽ ലോഡും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ വെറുതെ നിൽക്കുകയാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ശരിയല്ലേ? അപ്പോൾ അവിടെ എന്തില്ല? ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ശരി, പക്ഷെ എന്തില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് അതിന് പറയാം വർക്ക് നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഫോഴ്സും വേണം, എന്തും വേണം? ഡിസ്പ്ലേസ്മെൻറ്റും വേണം. ഫോഴ്സും വേണം, ഡിസ്പ്ലേസ്മെൻറ്റും വേണം. ഈ 2 സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രവൃത്തി ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ വേണം? ഫോഴ്സും വേണം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും വേണം. റെഡി? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ തന്നെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസ് എത്തിച്ചതാണ്. ഒരുപാടധികം റിസോഴ്സസ് നമ്മളതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക?
മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്ററിൽ അടിപൊളിയായിട്ട് കാണാം. ബൈ.